ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയോട് ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമ്മൾ എന്നും പറയുന്നതിന്റെ ബാലൻസ് കഥയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അലീനയെ കാണാൻ ബാലചന്ദ്രൻ പോവുകയും അലീനയെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന തീരുമാനം സ്റ്റാൻലി ബാലചന്ദ്രനോട് പറഞ്ഞു. തീരുമാനം പറഞ്ഞതാണ് നമ്മുടെ സ്റ്റാൻലി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സ്റ്റാൻലി തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടോളാം, ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചോളാം, ഇതിൽ വേറെ ആരും ഇടപെടണ്ട, അവളുടെ അമ്മ വീട്ടുകാർ പ്രത്യേകിച്ച് ഇടപെടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ അവിടെ എതിർപ്പ് കാണിച്ചു. മാത്രമല്ല, ഇവര് രണ്ടുപേരും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് വിവാഹമേ വേണ്ട, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും അനാഥാലയം തുടങ്ങിക്കോളാം, ഞാൻ എൻ്റെ പ്രിജിത്താമ്മയെ പോലെ ഞാൻ അനാഥ പിള്ളേർക്ക് ഒരു ആശ്രദ്ധ ആയിക്കോളാം എന്നൊക്കെ നമ്മുടെ അലീന പറഞ്ഞു. ഏതായാലും അലീനയുടെ മുമ്പിൽ രണ്ടുപേരും മുട്ടുമടക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ മനുവിന് വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട് ഈ പറയുന്ന നമ്മുടെ അലീനയ്ക്ക്. പക്ഷേ സ്റ്റാൻലി വേദനിപ്പിക്കാനോ ബാലചന്ദ്രനെ വേദനിപ്പിക്കാനോ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യം. പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ ഇവിടെ നിന്ന് നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആര്? വൈജ ചോദ്യം ചെയ്ത് നിങ്ങൾ എവിടെ പോയതായിരുന്നു, എന്തിനു പോയതായിരുന്നു എന്നൊക്കെ. ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ എവിടെ പോയാൽ നിനക്ക് എന്താ, ഞാൻ നിന്നോട് പറഞ്ഞ് ഒപ്പിട്ട് തന്നിട്ടൊന്നും അല്ലല്ലോ ഇപ്പൊ പോകാറുള്ളത്, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളപ്പോ ഞാൻ പോകുന്നു പറഞ്ഞപ്പോ എന്റെ ഭർത്താവായിട്ടിരിക്കുമ്പോ അത് പറ്റത്തില്ല, നിങ്ങളിപ്പോ എന്റെ ഭർത്താവാണ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിപ്പോ എന്റെ ഭർത്താവും എന്റെ പിള്ളേരുടെ മക്കളുമാണ്, അപ്പൊ ഈ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ വൈജേ, നീ എന്റെ ഭാര്യയാണ് എങ്കിൽ നീ എന്റെ ഭാര്യ ആയിക്കോ, പക്ഷേ പഴയതുപോലെയുള്ള ഒരു അധികാരം നിനക്ക് കിട്ടും എന്ന് നീ വിചാരിക്കേണ്ട. ആ ഒരു അധികാരവും ആ ഒരു അവകാശവും നിനക്ക് കിട്ടത്തില്ല. നീ എൻ്റെ അമ്മയുടെ മക്കളാണ്, അത് ഓക്കെ സമ്മതിക്കും, പക്ഷെ നീ എൻ്റെ ഭാര്യയാണെന്ന് നീ പറഞ്ഞോ. പക്ഷെ നമ്മൾ ഇപ്പോഴും രണ്ട് റൂമിലാണ് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യകം അത്രയ്ക്ക് രസത്തിലല്ല പോകുന്നത്. അതിനൊക്കെ കാരണക്കാരി നീയും കൂടെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി കേട്ടോ. ഓഹോ, ഞാനോ? എങ്ങനെ ഞാൻ കാരണക്കാരിയാവും? എങ്ങനെ ഞാൻ കാരണക്കാരിയാകും? അതെനിക്കറിയണം. നിങ്ങളുടെ ദാമ്പത്തികം അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്തികം നഷ്ടപ്പെടുത്താനും അത് വീണുടഞ്ഞു പോയതും ഒക്കെ അവള് കാരണമല്ലേ, ആ അലീന, അല്ലാതെ വേറെ ആരും കാരണമല്ലല്ലോ. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അതെ അലീന കാരണം തന്നെയാ. എന്നിട്ടാണോ നിങ്ങൾ അവളെ കാണാൻ പോയത്? നിങ്ങൾക്ക് എല്ലാവരെക്കാളും വലുതേ ഇപ്പൊ അവളല്ലേ? അതെ, അവള് തന്നെയാണ് എനിക്കും എൻ്റെ മക്കൾക്കും ഇപ്പൊ നിന്നെക്കാളും വലുത്. കാരണം നീയേ വെറും പീറയടി പീറ. എന്റെ മുമ്പിൽ ഇപ്പം നീ എന്താ പറയാ, ഈ തെരുവിലൂടെ ഒരു ശകലം ഭക്ഷണം കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന പട്ടികളുണ്ടല്ലോ, ആ പട്ടികളുടെ പോലും വിലയുണ്ടല്ലോ ഞാൻ തരുന്നില്ല. അതുങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആൾക്കാർ എറിഞ്ഞിട്ട് ആഹാരം കൊടുക്കും, പക്ഷെ നിനക്ക് ആ ഒരു വില പോലും ഞാൻ തരത്തില്ല. കാരണം നീ അത്രയ്ക്ക് മോശക്കാരിയാടി, വെറും മോശക്കാരി. അതുകൊണ്ട് നീയേ എന്നോടൊന്നും പറയാൻ വരണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണമോള് വന്ന് ഇടപെട്ടു. കൃഷ്ണമോള് പറഞ്ഞു, ഇത് എന്താ, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായില്ലോ തുടങ്ങിയിട്ട്. അല്ല, അച്ഛൻ അലീന ചേച്ചിയെ കാണാൻ പോയെന്ന് ഓർത്തോണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അമ്മ എന്തിനാ അത് പറഞ്ഞ് അച്ഛനെ ചോദ്യം ചെയ്യുന്നത്? അതിന്റെ എന്ത് കാര്യമുള്ളത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീയൊക്കെ അച്ഛന് സപ്പോർട്ടാണല്ലോ, അല്ലെങ്കിൽ നീ പണ്ടേ സപ്പോർട്ടാണല്ലോ. ഇപ്പം പതിയെ പതിയെ നമ്മുടെ ബബിതയും അതുപോലെ രോഹിത്തും ഒക്കെ അവളുടെ വശത്താക്കി വെച്ചിരിക്കുകയല്ലേ. നിനക്കൊക്കെ എന്താടി, എന്ത് കൈവശമാടി അവള് തന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൈവശം ഒന്നും തന്നിട്ടില്ല. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അലീന ചേച്ചിയുടെയും അതുപോലെ അച്ഛന്റെയും വശത്തെ നിൽക്കത്തുള്ളൂ. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അമ്മ ആദ്യം അമ്മയൊന്ന് വിലയിരുത്താൻ നോക്ക്. അമ്മയൊന്ന് വിലയിരുത്തി അമ്മയൊന്ന് പഠിക്കുക. അമ്മയെ മാത്രം സ്നേഹിക്കാതെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും പഠിക്കുക. അപ്പം മനസ്സിലാകും എന്താ, എങ്ങനെയാ, ഏതാണെന്നൊക്കെ. അല്ലാതെ എനിക്ക് ഇപ്പൊ എത്ര വയസ്സായി കാണും അമ്മയ്ക്ക് അറിയാലോ. എന്നെക്കാളും ലോകപരിചയവും എന്നെക്കാളും വിവരവും ബോധവും വിദ്യാഭ്യാസമുള്ള എൻ്റെ അമ്മയോട് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതല്ല. ഇതൊക്കെ തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇനി അതിന് പറ്റത്തില്ലെങ്കിലേ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ അലീന ചേച്ചി ചിലപ്പോൾ ഇനി ഇങ്ങോട്ട് വരികയും ചെയ്യും. ഞങ്ങൾ എല്ലാവരും കൂടി അലീന ചേച്ചിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതിനൊന്നും ആർക്കും തടസ്സം ഇടാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് അമ്മയ്ക്ക് അതിന് തടസ്സം ചെയ്യാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് എന്തായിരുന്നു വേണ്ടത്? അലീന ചേച്ചി ഇവിടുന്ന് പോകണമായിരുന്നു. അലീന ചേച്ചി ഇവിടുന്ന് പോയി. ഇനിയിപ്പൊ ഞങ്ങൾ അലീന ചേച്ചിനെ കാണരുത്, മിണ്ടരുത്, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളും അങ്ങനെ പോയി. അപ്പം അവിടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വൈജ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുച്ഛത്തോടു കൂടി ബാലചന്ദ്രൻ നോക്കിയിട്ട് ചോദിക്കുക, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ വൈജയ? നിനക്ക് മക്കളെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വൈജയ? നിനക്ക്
അവർക്ക് വരെ മനസ്സിലാകും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ ഇതുവരെ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്. നീയേ കുറച്ച് നാളെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അത്രയ്ക്ക് വെടുപ്പും വൃത്തിയും മെനയുമുള്ളൊരു സ്ത്രീ ആയിരുന്നോ നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഇതൂടെ കേട്ടപ്പോഴത്തേക്കും വൈജയ്ക്ക് ആകപ്പാട് ഒരു വിറ കേട്ടോ. ബാലചന്ദ്രൻ എന്തൊക്കെയോ മുള്ളു വെച്ച് സംസാരിക്കുന്നത് പോലെ, മുന വെച്ച് സംസാരിക്കുന്നത് പോലെ നമ്മുടെ വൈജയ്ക്ക് അങ്ങോട്ട് തോന്നുന്നുണ്ട്. ഏതായാലും വൈജ എന്തായിരിക്കും ഇങ്ങനെ സംസാരിച്ചത്, ഒരെത്തും പിടിയില്ല. പക്ഷെ നമ്മുടെ ബാലചന്ദ്രനോട് ചോദിക്കാനും പറ്റില്ല. എന്ത് ചെയ്തു? നേരെ നമ്മുടെ വൈജ ഫോൺ എടുത്ത് വൈജയുടെ അമ്മയെ വിളിക്കുകയാണ്. ഏതായാലും അമ്മയെ വിളിച്ചു. നമ്മുടെ സൗദാമിനി ഫോൺ എടുത്തു. സൗദാമിനി ഫോൺ എടുത്തിട്ട് എന്താടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ, അമ്മ സത്യം പറയണമെന്ന് പറഞ്ഞു. ആ സത്യം പറയാം, എന്താ നീ ആദ്യം കാര്യം പറ വേണേ, എന്താ ഇപ്പൊ പ്രശ്നം? ഇനിയിപ്പോ അടുത്ത പ്രശ്നം ആയോ എന്ന് ചോദിച്ചപ്പം, വേറെ ഒന്നുമല്ല, അലീന അന്ന് ഈ വീട്ടിൽ നിന്നും പോയപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ, അത് മേഡം മറക്കരുത് എന്ന്. അതുപോലെ തന്നെ ഒരു വാക്കാണ് ഇപ്പം ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ബാലചന്ദ്രൻ എന്ത് പറഞ്ഞെന്നാ നീ പറഞ്ഞത്? അത് വേറൊന്നുമല്ല, വന്ന വഴി മറക്കരുത്, പുറകിലേക്കൊന്ന് ചിന്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ നീ വൃത്തിയും വെടുപ്പുമുള്ള ഒരു സ്ത്രീ ആണോ എന്ന് കൂടി ആലോചിക്കണമെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അമ്മ സത്യം പറ. അമ്മയോട് ഗംഗേട്ടൻ ഒന്നും പറയാതിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഗംഗേട്ടൻ അമ്മയോട് എന്താ പറഞ്ഞത്? ഈ ഗംഗേട്ടനും ഈ ബാലചന്ദ്രനും അതുപോലെ തന്നെ എന്റെ ശിവേട്ടനൊക്കെ തമ്മിൽ എന്തൊക്കെയോ ചെറിയ ഗൂഢാലോചനകളും കളികളും ഒക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ മന്ദബുദ്ധിയല്ല, ഞാൻ ഇതെല്ലാം കണ്ടു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും സംഭവങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയമ്മേന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ വൈജ എനിക്കെങ്ങനെ അറിയാം, ആർക്ക് എന്തറിയാം, എങ്ങനെ അറിയാം എന്നൊക്കെ, എനിക്കിതൊന്നും അറിയത്തൊന്നുമില്ല. നീ ബാലചന്ദ്രൻ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇവിടെ കിടന്ന് എന്നോട് തുള്ളിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ അമ്മേ സത്യം പറഞ്ഞോ, സത്യം പറ. ഇനി ഞാൻ പണ്ട് നടന്ന വഴികളും കഥകളും ഒക്കെ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു നിമിഷം പിന്നെ ഈ വൈജ ജീവിച്ചിരിക്കില്ല. ആ നിമിഷം ഈ വൈജ ഒരു കയറിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കും. പിന്നെ ഈ വൈജയ്ക്ക് ഒരു ജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ. എൻ്റെ ഈശ്വര, നമ്മുടെ സൗദാമിനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. മുത്തശ്ശിക്ക് വെപ്രാളവും പരവേശവും. മുത്തശ്ശി പെട്ടെന്ന്, ശിവൻ അവിടെ ഉണ്ടല്ലോ, ശിവൻ അവിടെ ഉണ്ട് കേട്ടോ. ശിവൻ ഗൾഫിലേക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ ഹരിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കാണ്. ഹരിക്ക് ജാമ്യം കിട്ടാറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നടക്കാണ്. അപ്പം ഗൾഫിലൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശിവൻ അവിടെ ഉണ്ട്. അപ്പൊ ശിവനെ വിളിച്ചു. ശിവനെ കമലേ എന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് കമല വിളിക്കുക കേൾക്കും. അപ്പോഴത്തേക്ക് ശിവൻ വന്നിട്ട് എന്താ അമ്മ കിടന്ന് അലർന്നെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഇപ്പൊ എന്നെ വൈജ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. വൈജു അവളെന്തിനാ വിളിച്ചത്? അവള് വിളിച്ചത് വേറെ ഒന്നുമല്ല, എടാ നീ വാടാ. അതെ, ബാലചന്ദ്രൻ അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ടെന്നാ തോന്നുന്നത്. ബാലചന്ദ്രൻ മിക്കവാറും എല്ലാം പറയൂടാ. എന്ത് പറയും, എന്നത് പറയും. അത് പിന്നെ അവളുടെ പഴയ കഥകളൊക്കെ എണ്ണിപ്പിറക്കി പറഞ്ഞു നിന്ന്. അവള് വൃത്തിയും വെടുപ്പുള്ള ഒരു സ്ത്രീ ആണോ, പുറകിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നൊക്കെ ബാലചന്ദ്രൻ സൂചിപ്പിച്ചെന്ന് അവക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അവളിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞത് വേറൊന്നുമല്ല, സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എങ്കിൽ അവള് ആ നിമിഷം ജീവൻ അവസാനിപ്പിക്കുന്ന അവളുടെ ജീവൻ അവസാനിപ്പിക്കുന്നാണ് പറയുന്നത്. എന്താടാ ചെയ്യേണ്ടത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ശിവ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കാല് നീട്ടിയിരിക്കുന്ന എനിക്കിതൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അമ്മ വെപ്രാളപ്പെടാതിരിക്കാം. ഇതുവരെ ഏതായാലും അയാള് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ അയാൾ സത്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് സത്യമൊന്നും പറയാൻ പോകുന്നൊന്നുമില്ല. അവളും അറിയാൻ പോകുന്നില്ല. മാക്സിമം എന്തേലും അവള് പറയുകയാണെങ്കിൽ തട്ടിമുട്ടി വീടും, ഞാൻ ഗംഗേട്ടനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവശങ്കര മേനോൻ അങ്ങനെ ഇറങ്ങിപ്പോയി. ഗംഗാധരന്റെ മേനോനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ വൈജയുടെ മനസ്സിൽ തീ കോരി ഇട്ടിരിക്കുകയാണല്ലോ ബാലചന്ദ്രൻ നേരെ നമ്മുടെ ഗോവർദ്ധനെ വിളിച്ചിട്ട്, അതെ ഗോവർദ്ധന, ഇനിയിപ്പം ഒത്തിരി നാള് ഈ രഹസ്യം മൂടി വെക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ രഹസ്യത്തിന്റെ ചുരുള് അഴിയാൻ സമയമായെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഗോവർദ്ധൻ ചോദിച്ചു, ഏത് രഹസ്യം? അതെ, വൈജയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വൈജയടത്തിയുടെ കാര്യമോ? അല്ല, എന്താ ബാലേട്ടൻ പറഞ്ഞു വരുന്നത്? സത്യങ്ങളൊക്കെ വൈജയടത്തിയോട് തുറന്നു പറയാൻ പോവാണോ? തുറന്നു പറയണം. തുറന്നു പറഞ്ഞില്ലെങ്കിലേ
അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ മേപ്പോട്ട് കയറുവാണ്. അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇന്നലെ ഞാന് എൻ്റെ മോളെ ഒന്ന് കാണാൻ പോയി, അലീനയെ കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ സൗഭാഗ്യങ്ങൾ കണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. അവളുടെ അച്ഛന്, അവളുടെ പപ്പ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ വൃത്തികെട്ട നാവിൽ നിന്ന് വീഴുന്ന ഓരോ ആ വാക്കുകൾ എൻ്റെ ചങ്കിൽ കുത്തിക്കൊള്ളുന്ന രീതിയിലാണ് ഗോവർദ്ധന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ബാലേട്ട വേണ്ട, സത്യങ്ങളൊക്കെ വിളിച്ച് പറയരുതേ ബാലേട്ട, വെറുതെ എന്തിനാണ്, ആ സത്യം എന്നും മറഞ്ഞു തന്നെ ഇരിക്കട്ടെ, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ സത്യം മറഞ്ഞിരിക്കുന്നതായിരുന്നു എനിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവളെ കുത്തി കുത്തി വേദനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവളുടെ ഈ നാക്കുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണമെങ്കിൽ അവൾ അറിയണം ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന്. അവള് പഴയ വൈജ ആരായിരുന്നുവെന്നും അവളുടെ പഴയ ബന്ധം എന്തായിരുന്നുവെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയണം. പക്ഷെ അവളുടെ മകൾ അലീനയാണെന്നുള്ള സത്യം ഞാനിപ്പോ പറയില്ല. പക്ഷേ അവള് സത്യം അറിയണം. അവളും സ്റ്റാൻലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അതെന്താണെന്ന് വ്യക്തമായിട്ട് ഈ ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് അവൾ അറിയണം. അങ്ങനെ അവൾ അറിയുമ്പോഴത്തേക്കുവേ അവൾ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ബാലേട്ടൻ എന്ത് പറഞ്ഞാലും ബാലേട്ടന്റെ കൂടെ ഞാൻ ഉണ്ടാകും, കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ ബാലേട്ടൻ ഇങ്ങനെ ടെൻഷനൊന്നും അനുഭവിക്കരുത്, ടെൻഷൻ ആക്കരുത് മനസ്സ്. അറിയാലോ, ഇനിയിപ്പം ഒരു ഹാർട്ട് പേഷ്യന്റിനോട് ഞാൻ പ്രത്യേകിച്ച് വിവരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മെഡിസിൻ എടുത്തോണ്ടിരിക്കുകയാണ് ബാലേട്ടൻ എന്ന് പറഞ്ഞപ്പം എനിക്കുള്ള മെഡിസിൻ ഞാൻ തന്നെ ഇപ്പൊ എടുക്കുന്നുണ്ട്. എടാ, ഒരു 5-6 മാസം മുമ്പ് ഉള്ള ബാലചന്ദ്രനും ഈ നിൽക്കുന്ന ബാലചന്ദ്രനുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. എന്തു വന്നാലും എന്നെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗോവർദ്ധന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സത്യം വെളിപ്പെടുത്താൻ പോവാണെന്ന്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ വൈജയോട് ആ സത്യം അങ്ങ് പറയാൻ പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, സ്റ്റാൻലിയും അതുപോലെ നമ്മുടെ വൈജയും തമ്മിലുള്ള ബന്ധം അത് ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു എന്ന ആ രഹസ്യം അല്ലെങ്കിൽ ആ സത്യമൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ വെളിപ്പെടുത്താൻ പോവുകയാണ് വൈജയോട്. ഏതായാലും ഇനി അങ്ങോട്ടേക്ക് വൈജ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും വൈജയുടെ പ്രകടനം, അതോ ഇനി വൈജ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുവോ എന്നൊക്കെ കാണാം. ഇതേ സമയത്ത് നമ്മുടെ അലീന അവിടെ ഉണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ മനുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ വന്നിട്ട് ഇങ്ങനെ പപ്പയോട് സംസാരിച്ചപ്പോൾ പപ്പ എനിക്ക് വിവാഹാലോചനകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വിവാഹാലോചന നടത്തുന്നുണ്ടെന്നോ? എനിക്കിവിടെ പപ്പ വിവാഹാലോചന നടത്തുന്നുണ്ട് മനുവേട്ട. മനുവേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മനുവേട്ടൻ ചെയ്യുക. ഞാൻ ആരോടും ഒന്നും നിർബന്ധിക്കില്ല. എനിക്ക് മനുവേട്ടനെ എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ ഇത് മനുവേട്ടന്റെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ ഞാൻ ഒരു അനാഥാലയോ അങ്ങനെ ഒരു ആശ്രമമോ ഒക്കെയോ ഇട്ട് എൻ്റെ പരിചിത്തമ്മയെ പോലെ ആയി പോകും. അങ്ങനെ എനിക്കത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഞാനിത് മനുവേട്ടനോട് വിളിച്ച് പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനുവേട്ടന് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏതായാലും നീ ഫോൺ വെക്ക്, അങ്കിൾ എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സിന് വേദന ഉണ്ടാവുമെന്ന് ഓർത്തിട്ടായിരിക്കും. ഏതായാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ മനു ഉണ്ടല്ലോ, നമ്മുടെ ശിവശങ്കര മേനോനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല, എനിക്ക് അവളെ വേണം, എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് വേണം, അവൾക്ക് എന്താണ് ഒരു കുറവ് എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ശിവശങ്കര മേനോനോട്. ഏതായാലും കാത്തിരുന്ന് കാണാം ബാക്കി കഥ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം മിസ് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മളെല്ലാ ദിവസവും അപ്കമിങ് വിശേഷങ്ങളുമായിട്ടും ഫുൾ വിശേഷങ്ങളുമായിട്ടും അതുപോലെ പ്രമോ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ് കമന്റുകൾ ആ നെഗറ്റീവ് കമന്റുകൾ ഇട്ടാൽ നെഗറ്റീവ് ഞാൻ ഒത്തിരി അങ്ങോട്ട് ഉൾക്കൊള്ളാറൊന്നുമില്ല. കാരണം നെഗറ്റീവ് ഇടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ളൊരു അധികാരവും അവകാശവും അതുപോലെ തന്നെ അത് എഴുതി പിടിപ്പിക്കാനും ഉള്ളതാണല്ലോ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നോ പ്രോബ്ലം. അതുപോലെ തന്നെ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നമ്മളത് മാറ്റാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണല്ലോ നിങ്ങൾ നെഗറ്റീവ് പറയുന്നത്, അപ്പൊ നമ്മളത് മാറ്റാൻ ശ്രമിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് പറയുന്നവരെ അവിടെ ഒരുപാട് സ്നേഹം മാത്രം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോയും കൂടെ ചെയ്യണേ.